വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവത്തിൽ കുട്ടികൾ ഹാപ്പി. മലപ്പുറം ജില്ലയിൽ 1,00,000 കുട്ടികളാണ് 1ാം ക്ലാസ്സിൽ ചേർന്നത്. പ്രവേശനോത്സവത്തിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി AP അനിൽകുമാർ വണ്ടൂരിൽ നിർവഹിച്ചു. പെരിന്തൽമണ്ണ സബ് ജില്ലാതല ഉദ്ഘാടനം പെരിന്തൽമണ്ണ സെൻട്രൽ GLP സ്കൂളിൽ നടന്നു. വ്യത്യസ്തമായ പരിപാടികളോടെ പാതായ്ക്കര AUP സ്കൂളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വളരെ സന്തോഷമായി. സ്കൂള് തുറന്നു. ജൂൺ 1 ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. സ്കൂൾ തുറന്ന് പുതിയ ക്ലാസ്സും പുതിയ ടീച്ചേഴ്സും പുതിയ കുട്ടികളും പുതിയ കൂട്ടുകാരൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തിൽ കളിച്ച് നടക്കുകയാണ് ഞങ്ങള്. എല്ലാവർക്കും നല്ല സന്തോഷമാണ്. ഇപ്പൊ സ്കൂളൊക്കെ പുതിയതായിട്ട് തുറന്നു, കുറെ കുട്ടികൾ വന്നു, പിന്നെ കുറെ കുഞ്ഞു മക്കൾ വന്നിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സിനെയും മാഷ്മാരെ എല്ലാവരെയും കാണാൻ പറ്റി. പിന്നെ കൂട്ടുകാരെയും കാണാൻ പറ്റി. എല്ലാവരെയും കൂടെ കൂട്ടിയപ്പോൾ വലിയ സങ്കടമായിരുന്നു. പിന്നെ സ്കൂൾ തുറന്നപ്പോൾ നല്ല സന്തോഷമായി. എല്ലാവരെയും കാണാൻ പറ്റും. ഈ അധ്യയന വർഷത്തിൽ ഞങ്ങൾ കുട്ടികളെ വളരെ സന്തോഷത്തോടെയാണ് സ്കൂളിലേക്ക് വരവേറ്റിട്ടുള്ളത്. അവരെന്നെ അതുപോലത്തെ കുട്ടികളും അതേ വളരെ സന്തോഷത്തോടെയാണ് സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. പുതിയ അധ്യയന വർഷത്തേക്ക് KG കുട്ടികളും അതുപോലെ മറ്റുള്ള ക്ലാസ്സിലേക്ക് കുട്ടികളൊക്കെ പുതിയ ബാഗും അതുപോലെ KG കുട്ടികൾ പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് വന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവരെ വരവേൽക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് കുട്ടികളെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ വളരെ വർണ്ണാഭമായ ഒരു ചടങ്ങ് തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണെന്ന് ഞങ്ങൾ ടീച്ചേഴ്സും വളരെ സന്തോഷത്തിലാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷമാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ കുട്ടികൾക്കും നല്ല സന്തോഷത്തിലൂടെ എല്ലാവർക്കും സ്വീറ്റ്സും മധുര പലഹാരങ്ങളും എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ വളരെയധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ എത്തിക്ക് വന്നിട്ടുള്ളത്. ഇവിടെ വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഞങ്ങൾ സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത്. ടീച്ചർമാരായാലും ആയമാരായാലും സ്വന്തം മക്കളെ പോലെ കൈകളിൽ സുരക്ഷിതമായി ഇവിടെ വന്നാൽ വൈകുന്നേരം വരെ ഞങ്ങൾ നോക്കും. പുതിയ അധ്യയന വർഷത്തിന് ജൂൺ 1 തന്നെ തുടക്കമായി. പ്രവേശനോത്സവ ചടങ്ങുകളോടെ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് വരവേറ്റു. മലപ്പുറം ജില്ലയിൽ 1,00,000 കുട്ടികളാണ് പുതുതായി 1ാം ക്ലാസ്സിൽ ചേർന്നത്. ജില്ലയിലെ 1,500-ലേറെ വരുന്ന വിദ്യാലയങ്ങളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ 8 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമിട്ടു. ജില്ലാതല പ്രവേശനോത്സവം വണ്ടൂർ തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ സെൻട്രൽ GLP സ്കൂളിൽ നടന്ന പെരിന്തൽമണ്ണ സബ് ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. പാതായ്ക്കര AUP സ്കൂളിലും വ്യത്യസ്തമായ പരിപാടികളോടെ പ്രവേശനോത്സവം നടന്നു. അധ്യാപകരുടെയും PTA-യുടെയും നേതൃത്വത്തിൽ വർണ്ണാഭമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പുതുതായി സ്കൂളിൽ ചേർന്നവർക്കായുള്ള ഫോട്ടോ സെഷനിൽ കുട്ടികളും രക്ഷിതാക്കളും ഫോട്ടോ എടുത്തു. ഫോട്ടോ സ്പോട്ടിൽ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ പകർത്തി. പ്രവേശനോത്സവം മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഉദ്ഘാടനം ചെയ്തു. ഹാപ്പിയിലല്ലേ എല്ലാവരും? ഇപ്പൊ പ്രവേശനോത്സവമാണല്ലേ? എല്ലാ കുട്ടികളും നല്ല സന്തോഷത്തിൽ വന്നിരിക്കുകയാണല്ലേ? ഇന്ന് പിന്നെ നമുക്ക് കളിച്ചിരിക്കാം. നാളെ മുതൽ നമ്മള് ക്ലാസ് തുടങ്ങും. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങിയതിന് ശേഷം നമ്മളെ നല്ല കുട്ടികളായിട്ട് എല്ലാ കുട്ടികളും പഠിച്ച് നല്ല വലിയ മാർക്കൊക്കെ വാങ്ങി നല്ല കുട്ടികളായി മാതാപിതാക്കളൊക്കെ അനുസരിച്ച് നമ്മളെ ടീച്ചേഴ്സിനൊക്കെ അനുസരിച്ചിട്ട് നല്ല കുട്ടികളായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. കുട്ടികളുടെ പ്രവേശനോത്സവത്തിന് കുട്ടികളുടെ ഡോക്ടർ തന്നെ എത്തിയത് ശ്രദ്ധേയമായി. നടനും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ V വേണുഗോപാലായിരുന്നു മുഖ്യാതിഥി. എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലം, അത് കുറേ കൊല്ലം മുമ്പാട്ടോ, അടുത്തൊന്നല്ല. ഏതായാലും അന്ന് ഒരാഴ്ച കരച്ചിലും പിഴിച്ചിലും ബഹളം, അമ്മമാരെ കയറി നിലവിളി, അടി, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒരു ആഘോഷത്തിൻ്റെ മൂഡിൽ ഇവിടെ കുട്ടികൾക്ക് വരുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ അവരിവിടെ തുടങ്ങുന്നു. ഇന്നിവിടെ പ്രവേശനം എടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും വളരെ മെച്ചമായ വിദ്യാഭ്യാസം കിട്ടണം. അവരുടെ ജീവിതത്തിൽ അത് ഉതകണം എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ മികച്ച തഹസിൽദാർക്കുള്ള പുരസ്കാരം നേടിയ A വേണുഗോപാൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കുട്ടി 1ാം ക്ലാസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ ആകെ കരഞ്ഞ് ബഹളം വെച്ചുകൊണ്ടുള്ള ഒരു അന്തരീക്ഷമാണ്. എന്നാൽ ഇന്നത്തെ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. വളരെ സന്തോഷവദനരായി 1000 നക്ഷത്രക്കണ്ണുകൾ മിന്നിത്തിളങ്ങുന്ന പിഞ്ചോമനകളായാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ വീട്ടിൽ നിന്നും അവരുടെ സമൂഹ ജീവിതം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. യാതൊരു പരിഭവവുമില്ലാതെ യാതൊരു മടിയുമില്ലാതെയാണ് LKG-ക്കാരും 1ാം ക്ലാസ്സുകാരും ഒക്കെ
ഈ അക്ഷരമുറ്റത്തേക്ക് നടന്നു വന്നിരിക്കുന്നത്. സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ വർഷവും ഏറെ മാറ്റങ്ങളോടെയാണ് പതായ്ക്കര സ്കൂൾ തുടക്കമിട്ടത്. സ്കൂളിന്റെ വിദ്യാഭ്യാസ വികസന കാഴ്ചപ്പാടുകൾ മാനേജർ സുനിൽ ചെമ്പത്ത് വിവരിച്ചു. ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക നിലവാരവും കൂട്ടി ഉറപ്പാക്കി അവർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി കൊടുക്കുക. ഇതാണ് ഈ സ്കൂളിൻ്റെ വിഷൻ. ആ വിഷനിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് 2016 മുതൽ ഇപ്പോൾ 2026 വരെ നാം നടത്തിയിട്ടുള്ളത്. ഓരോ അധ്യയന വർഷവും പുതുതായി ഓരോ പരിപാടികൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നാം ആസൂത്രണം ചെയ്യുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ സർഗ കലാവാസനകളെയെല്ലാം തന്നെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ ടാലന്റ് ലാബ് എന്ന ഒരു പരിപാടിയുണ്ട്. കുട്ടികൾക്കുള്ള സർഗകലാവാസനകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ കലാവാസനകളും അമ്പെയ്ത്ത്, കളരിപ്പയറ്റ്, ചെസ്സ്, മറ്റ് മോഹിനിയാട്ടം, ഭരതനാട്യം എന്ന് തുടങ്ങി എല്ലാ നാട്യ കലകളും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അത് പഠിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ശനിയാഴ്ചകളിലും ടാലന്റ് ലാബിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. പ്രധാനാധ്യാപിക ശ്രീജ PM, PTA പ്രസിഡന്റ് M വിനോദ്, MTA പ്രസിഡന്റ് P സെറീന, മുൻ പ്രധാനാധ്യാപകൻ P വിജയൻ, സുരേഷ് ചെമ്പത്ത്, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹ്മാൻ ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC, USS ജേതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.